ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം നിങ്ങളിന്ന് വായിക്കുക. എന്നാൽ അതേ സമയത്ത് തന്നെ സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സമാഗമന കൂടാരത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന 4 മൂടികളാണ്. ഏറ്റവും ഉള്ളിലുണ്ടായിരുന്ന മൂടി ഈ 4 ഏറ്റവും അതിമനോഹരമായിരുന്നു. അത് വളരെ ചിത്ര തയ്യലുള്ളതായിരുന്നു. അതേറ്റവും ഈ 4 ഏറ്റവും ഇത് മനോഹരമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ആ നീതിയുടെ വലിയ മനോഹാരിതയാണ് ആ മൂടി ഇത് സൂചിപ്പിച്ചിരുന്നത്. 2ാമത്തെ മൂടി അതിന് മുകളിലായിട്ടുണ്ടായിരുന്നു. അത് ആട്ടിൻതോല് കൊണ്ടുള്ളതായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ ആ മനോഹാരിതയാണ് ആ 2ാമത്തെ മൂടിയിൽ ഉണ്ടായിരുന്നത്. 3ാമത്തെ മൂടി ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല് കൊണ്ടുള്ളതാണ്. അത് നമുക്ക് പകരമായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത് ചുവപ്പ് നൂല് കൊണ്ടുള്ളതായ ആ മുടി കാണിച്ചിരുന്നത്. ഏറ്റവും പുറമേ ഉണ്ടായിരുന്ന മൂടി അത് തകസ് തോൽ കൊണ്ടുള്ളതായിരുന്നു. അതിന് വലിയ മനോഹാരിതയില്ലായിരുന്നു. അതായത് പുറത്തെ പൊടിയും മണ്ണും ചെളിയും ഒക്കെ അതിൽ ഇത് നിറഞ്ഞിരുന്നു. ഏറ്റവും മനോഹരമായ മൂടി ഏറ്റവും ഉള്ളിലുള്ളതാണ്. ഒരു ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മളൊരു പക്ഷേ അപഹസിക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും കർത്താവ് നോക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ട വിശുദ്ധികളൊക്കെയും ശരീരത്തിൻ്റെ പുറത്തേതായിരുന്നു. മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന കാര്യത്തിലും അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ നമ്മൾ കൈ കഴുകുക, നമ്മൾ കുളിക്കുക, അല്ലെങ്കിൽ മറ്റേ സ്രവങ്ങളാൽ നമ്മൾ അശുദ്ധമാവുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ശരീരത്തിന് പുറത്തുള്ളതായ വിശുദ്ധിയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഒരൊറ്റ വിശുദ്ധിയാണ് ആവശ്യപ്പെട്ടത്. ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയാണ്. ഏറ്റവും ഉള്ളിലുള്ളതായ ആ മൂടി അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സങ്കീർത്തനം 45:13 പ്രകാരം വായിക്കുന്നു, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു. അതാണ് അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഏറ്റവും ഉള്ളതായ വലിയ മനോഹാരിതയാണല്ലോ അത് അവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ പുറമേ കാണുന്നതിനേക്കാൾ അധികം ത്യാഗം നമ്മുടെ ഉള്ളിൽ ആണ് പലപ്പോഴും നമ്മൾ വഹിക്കേണ്ടി വരിക. ആട്ടിൻകുട്ടിയും അല്ലെങ്കിൽ അതിന് പുറത്തുള്ളതായ മറ്റു മൂടികളൊക്കെയും നമ്മളിപ്പോൾ കണ്ടു. നമ്മുടെ കർത്താവ് ഒരുപാട് നിന്ദകളും വേദനകളും പരിഹാസങ്ങളൊക്കെയും സഹിക്കേണ്ടതായിട്ട് ഇത് വന്നതെന്ന് നമുക്കറിയാം. അതാണ് ഏറ്റവും പുറമേ ഉള്ളതായ തകസ് തോൽ അത് സൂചിപ്പിക്കുന്ന കേസ് നമ്മുടെ കർത്താവ് സഹിച്ചതായ നിന്ദയാണ്. സ്വന്തം ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഇവൻ മറിയയുടെ മകനാണെന്നും പറഞ്ഞ് ആളുകൾ കർത്താവിനെ പരിഹസിച്ച് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പനാരെന്ന് അറിഞ്ഞുകൂടാ. എത്രമാത്രം യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അന്നത്തെ യഹൂദന്മാർ യേശുവിനോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെയും സഹിച്ചുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതെന്ന് ഇത് നമുക്കറിയാം. ക്രൂശിന്മേൽ കിടന്നപ്പോൾ എന്തെല്ലാം പരിഹാസ വചനങ്ങൾ യേശുവിനോട് പറഞ്ഞുവെന്നും ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പരിശുദ്ധ സഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പുറമേ നമുക്ക് വലിയ അംഗീകാരമോ വലിയ സംരക്ഷണമോ ഒന്നും ലഭിക്കണമെന്നില്ല. പലപ്പോഴും ലോകത്തിൽ നിന്ന് നമുക്ക് നിന്ദയും പരിഹാസവുമാണ്
ഉണ്ടാവുക. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമുക്കറിയാം, ലോകം നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങൾ ലോകക്കാരല്ല. അതുകൊണ്ട് ലോകം എപ്പോഴും നമുക്കെതിരായിരിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം, മനോഹാരിത നമുക്കുണ്ട്. ഏറ്റവും അകത്തെ ആ മൂടിശീല പോലെ അത് ഏറ്റവും മനോഹരമായിരിക്കുവാൻ നാം പ്രത്യേകമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം യേശുക്രിസ്തുവിനുള്ളവർ ഈ ലോകമാകുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ 4 രീതിയിലുള്ള ഈ മൂടികൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റവും ആന്തരികമായ ഒരു മൂടിയുണ്ട്, അത് ഏറ്റവും മനോഹരമാണ്. ദൈവികമായ തേജസ് കൊണ്ട് അതെപ്പോഴും നിറയപ്പെട്ടായിരിക്കണം. അതിൻ്റെ പുറത്ത് യാഗമായി തീരുവാൻ തക്കവണ്ണമുള്ള ആട്ടുകൊറ്റൻ്റെ തോല് കൊണ്ടുള്ളതായ ഒരു മൂടി ഇത് നമുക്കുണ്ട്. ത്യാഗം സഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിൻ്റെ പുറത്ത് ചുവപ്പ് നൂല് കൊണ്ടുള്ളതായ ഒരു മൂടിയുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ നിന്ന് സഹിച്ച് രക്തസാക്ഷികളായിട്ട് തീരുന്ന മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക, പരിഹസിക്കപ്പെടുക, നിന്ദിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഏറ്റവും പുറമേ ഉള്ളത് യാതൊരു ഭംഗിയും ഇല്ലാത്തതാണ്. ഒരു മനുഷ്യൻ്റെയും ബാഹ്യമായ ഒരു ഭംഗിയല്ല ഒരു ക്രൈസ്തവ സമൂഹം നോക്കുന്നത്. അതിനേക്കാൾ ഉപരി അവൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുതന്നെയാണ്. അപ്രകാരം ഒരു ആന്തരികമായ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കേണ്ടത് അനിവാര്യമായ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ മാത്രമേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവമേ, ഈ 4 മൂടികൾ ഒക്കെയും ആ സമാഗമന കൂടാരത്തിന് ഉണ്ടായിരുന്നത് പോലെ ഈ 4 മൂടികൾ ഞങ്ങളിലുമുണ്ട് എന്നുള്ള ഒരു വലിയ മനോഭാവത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമ്മുടെ കർത്താവിനെ സൂചിപ്പിച്ചതാണ്. കർത്താവിനോട് ചേർന്ന് നമ്മളും മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ നമുക്ക് സമർപ്പിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.